നാളെ എന്നതില്ല, നമ്മൾ ഇന്ന് തന്നെ നേടണം അല്ലെ. ഇവർക്ക് കൊയിന്ത് കുശുമ്പ് അല്ലെങ്കിൽ അഹങ്കാരം ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഇതേപോലത്തെ ഒരുപാട് പരിപാടികൾക്ക് എന്തുണ്ട് ഞങ്ങൾ പോക്കുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, വീഡിയോ ഷൂട്ട് ചെയ്യില്ല. ഇതിലൊക്കെ ഒരുപാട് ഞാൻ അച്ചീവ് ചെയ്യാൻ പോണേല് ഏറ്റവും വലിയൊരു സംഭവമാണ്. കിട്ടാത്ത സാധനമാണ് 4x4 ഓട്ടോമാറ്റിക്. കാരണം 13-ലും 14-ലും 12-ലും ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ എനിക്കൊരു 20 ദിവസമാണ്. കാരണം എന്റെ ജീവിതത്തില് ഞാൻ സ്വപ്നം കാണുന്ന, അതായത് ഒരു 5 വർഷമായിട്ട് എന്റെ ടാർഗറ്റ്. അപ്പൊ അനൗൺസുകൾ ചെയ്താൽ അല്ലേ, ഓനടുത്തതേ ആയിക്കോട്ടെ ടീച്ചറെ, ക്ലാസ് ടീച്ചർ. അതെ അതെ, വരി വരി. ജക്കിന്റെ ക്ലാസ് ടീച്ചറെ പേര് ഫോട്ടോ. ഓനിപ്പുറത്തെ ഏതോ ഒരു വിഷയത്തില് 10-ൽ 10 ഇട്ടീണ്. അപ്പൊ ഏതോ ഒരു അക്ഷരം എന്താ മാറിയത്? ഏതോ ഒരു അക്ഷരം മാറിയില്ലേ 10-ൽ 10 ഇട്ടിയപ്പോ? മാറി. എന്നാലും ഒരു 10-ൽ 10 ഉണ്ട്. ശരി. Okay, good morning everyone. Good morning. Okay, shall we start the program? Yes. നമ്മുടെ കൂടെ നമ്മുടെ സ്വന്തം ഇതൊരു പ്ലാൻഡ് പ്രോഗ്രാം അല്ല. ഇത് ഞാൻ ജസ്റ്റ് സ്റ്റേജിൽ ഇരിക്കുമ്പോൾ ചോദിച്ചു, ലോക്കാക്കിയതാണ്. സ്റ്റേജിൽ ഇരിക്കുമ്പോൾ ചോദിച്ചു, ഏതായാലും വന്നാണല്ലോ, അപ്പൊ ഒരു അരമണിക്കൂർ സമയം കൂടുതൽ ഉണ്ടാവും, എന്തായാലും കുറച്ച് ലേറ്റ് ആയിട്ട് ഫൈനൽ പോകണമെന്ന് പറഞ്ഞാണ്. അപ്പൊ നമ്മള് യൂട്ടിലൈസ് ചെയ്യാൻ തീരുമാനിച്ചു. അതുപോലെ ഇത് നമ്മുടെ 8th മുതൽ 10th വരെയുള്ള ചുറുചുറുക്കുള്ള വലിയ കുട്ടികൾ അവരാണ്. അപ്പൊ ഇവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥാപനത്തിന്റെ എന്താ പറയുക മൊത്തത്തിൽ. അപ്പൊ ഇവര് നിൽക്കുമ്പോ ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കാനുണ്ടാകുമ്പോ കേൾക്കാം, നിങ്ങൾക്കും അറിയാനുണ്ടാവും. ഫസ്റ്റ് ഇവരെ കണ്ടപ്പോ ഇപ്പൊ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരു CBSE സ്കൂൾ പഠിക്കാൻ അവസരം 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ മാമ്പുഴ LP സ്കൂൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കരുവാരക്കുണ്ട് ഹൈസ്കൂളിൽ പഠിച്ചു. പിന്നെ +1ഉം +2 പാണ്ടിക്കാട് സ്കൂളിലും പഠിച്ചു. അപ്പോ പഠിക്കാൻ ഫുൾ അല്ലെങ്കിലും +2 ഒക്കെ പാസ്സായിട്ടുണ്ട്. പക്ഷെ ഇംഗ്ലീഷില് നമ്മൾ അത്ര കഴിവ് തെളിയിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് വലിയൊരു ഭാഗ്യമാണ്, ചെറിയ ഭാഗ്യമല്ല. ഇതിന്റെ വില നിങ്ങൾക്ക് എപ്പോഴേ മനസ്സിലാവുള്ളൂ. ഇപ്പൊ മനസ്സിലാവില്ല. ഇപ്പൊ നിങ്ങള് പഠിക്കുന്നുണ്ട്, നിങ്ങൾ നല്ല സ്കൂളാണ്. ചിലപ്പോൾ മഴ പെയ്യുമ്പോൾ സ്കൂൾക്ക് വരാൻ മടിയുണ്ടാവും അല്ലെ, ഉണ്ടായില്ലേ? നല്ല ഭയത്തൊക്കെ രാവിലെ കുളിച്ചു മാറ്റി സ്കൂൾക്ക് വരാൻ ചെറിയ മടിയൊക്കെ ഉണ്ടാവും. ഇതിന്റെ വില എപ്പോഴാണ് മനസ്സിലാവുന്നു? നമ്മൾ ഈ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് കയറുമ്പോ, അല്ലെങ്കിൽ വിദേശത്ത് പോകുമ്പോ, അല്ലെങ്കിൽ വല്ല ബിസിനസ് ഒക്കെ ചെയ്യുമ്പോ, അപ്പോഴാണ് നമുക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഇംഗ്ലീഷ് ബിസിനസ്സിൽ അത്യാവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഈ അൻഫൽഖാന്റെ വീഡിയോ കണ്ടിട്ട് ഇംഗ്ലീഷിൽ വ്ലോഗ് ചെയ്യാറുണ്ട്. അപ്പൊ കുറച്ചു മുന്നേ നേരിട്ട് സംസാരിച്ചപ്പോ സ്കെയിലപ്പിന്റെ പ്രോഗ്രാമാണ് സംസാരിച്ചപ്പോ പറഞ്ഞിരുന്നു, ഒരു പ്രാവശ്യം മലയാളത്തിൽ ഒരാൾ വന്നിട്ട് നിങ്ങൾ ആദ്യം മലയാളത്തിലെ ട്രോളി അതിന് ശേഷം ഇംഗ്ലീഷിൽ വ്ലോഗ് ചെയ്തു. അതിന്റെ എക്സ്പീരിയൻസ് എന്താ? ശരിക്കും അതൊരു വാശിപ്പുറത്ത് ചെയ്താണ്. നമുക്കും കഴിയുന്ന ഞാൻ തെളിയിച്ചതാണ്. നിങ്ങളാരും ഇംഗ്ലീഷ് അറിയില്ല എന്നെ കളിയാക്കി കഴിഞ്ഞാല് ഞാൻ ശരിക്ക് എല്ലാവരും എന്ത് ചെയ്യാം, എന്നെ കളിയാക്കി സങ്കടപ്പെട്ട് വീട്ടിൽ പോയി അവിടെ വിളിക്കും. പിന്നെ ആളെ മുന്നിൽ പോകുമ്പോ നമുക്ക് പേടിയേക്കാറ് ഒഞ്ഞി കളിയാക്കുമോ. ഞാൻ എന്താ ചെയ്യാനോ, ആ പേടി അവിടെ മാറ്റും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരാളിനെ കളിയാക്കി. ഈ ആദ്യം എന്ത് ചെയ്ത് മലയാളം പഠിച്ചിട്ട്, ശരിക്കും മലയാളം പഠിച്ചിട്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞോട്. എന്നിട്ടല്ല ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞ കളിയാക്കി. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഒരു കംപ്ലീറ്റ് വീഡിയോ ഫുൾ ഇംഗ്ലീഷ്. എന്നിട്ട് അതെന്താ ചെയ്യണോ, അങ്ങനെ വീഡിയോ എടുത്താൽ പിന്നെ ആൾക്കാർക്ക് എന്താണ് പേടി, എന്താ ഇത് പോസ്റ്റ് ചെയ്താൽ ഒരു കളിയാക്കുമോ,
ഞാൻ പിന്നെ പഠിച്ചത് ഒക്കെ കളിയാക്കുമെന്നല്ലേ പേടി ഉണ്ടാവില്ലേ. ഞാനത് എന്ത് ചെയ്ത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്ത് 10 ലക്ഷമോ 15 ലക്ഷമോ ആൾക്കാരാണ് ആ വീഡിയോ കണ്ടത്. അപ്പൊ എന്ത് ചെയ്തു എന്റെ പേടി അവിടെ പോയി. കളിയാക്കിയ ആൾക്കാരെന്തായി ഇപ്പോഴും ഓല് കളിയാക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഫോളോവേഴ്സ് കൂടുന്നുണ്ട്. ഞാൻ ആ ഇംഗ്ലീഷിൽ പറഞ്ഞ വീഡിയോ ചെയ്ത വണ്ടി എന്ത് ചെയ്തു 2 ദിവസം കൊണ്ട് വിറ്റും പോയി. പുറത്തുനിന്നൊരു പാർട്ടി വന്ന്. അപ്പോ നമ്മളൊരാളെ കളിയാക്കി എത്തിയിട്ട് പല കാര്യത്തിലും നമ്മളെ കളിയാക്കും. ചിലപ്പോൾ നമ്മളെ ലാംഗ്വേജിൽ, ചിലപ്പോൾ നമ്മളെ ബോഡി ഷേപ്പ് ചെയ്യും, കളറിൽ, ചിലപ്പോൾ തടിച്ച കുട്ടികളുണ്ടാവും, തടി ഇല്ലാത്ത കുട്ടികളുണ്ടാവും അല്ലേ. അപ്പൊ നമ്മൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കും. അതൊക്കെ കരുതിയിട്ട് എന്ത് ചെയ്യണ്ട, നമ്മൾ സങ്കടപ്പെടണ്ട. ഇപ്പൊ ഞാൻ നിങ്ങളെ മുന്നിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഒരു 10ാം ക്ലാസ് പഠിച്ചപ്പോൾ സ്കൂൾ ചെയർമാനെ ഞാൻ, സ്കൂൾ ലീഡർ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ സ്കൂൾ ചെയർമാനും ഉണ്ടാവും. അങ്ങനെ സ്കൂൾ ചെയർമാനെ ഞാൻ, സ്കൂൾ ലീഡർ നേരെ താഴെയാണ്. അങ്ങനെ അസംബ്ലിക്ക് നന്ദി പറയേണ്ടത് ആരാ? ചെയർമാനാണ്. ഇപ്പൊ നിങ്ങളുടെ കുട്ടി നന്ദി പറഞ്ഞ പോലെ. അപ്പൊ കരയാൻ സ്കൂളിൽ നിങ്ങൾക്ക് അറിയാലോ, ഫുള്ള് കുട്ടികൾ അസംബ്ലിയിൽ നിൽക്കുമ്പോൾ അടുത്തതായി നന്ദി ചെയർമാൻ അൻഫാല് പറയും. ഞാൻ എന്താ കാട്ടണോ, നേരെ ഈ ലൈനിൽ നിന്ന് ബാക്കിൽ പോയിട്ട് ഒറ്റ ഓട്ടേക്കാണ്. എന്നിട്ട് ക്ലാസ്സിൽ പോയി വെക്കും. നന്ദി പറയാൻ ഞാൻ സ്റ്റേജിൽ ചെല്ലില്ല. അതേമാതിരി പന്തളി, അതേപോലെ ആർട്സ് സ്പോർട്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ നന്ദി പറയാൻ ഞാൻ പോകില്ല. അത്ര പേടി ഉണ്ടായിരുന്ന മനുഷ്യനാണ് ഇപ്പൊ നിങ്ങളെ മുന്നിൽ ഇതാ സിമ്പിളായിട്ട് വർത്താനം പറയുന്നത്. അപ്പോ ഇത് നമ്മൾ എങ്ങനെ പഠിക്കണം? ഒരാൾ പഠിപ്പിച്ചു തന്നുകൊണ്ട് പഠിയില്ല. പറയണം. അപ്പൊ അതാ പറഞ്ഞു ഇല്ല അതെന്ത് പറഞ്ഞു തരുന്ന കേട്ടാ. ഇതൊരാൾ പഠിപ്പിച്ചാൽ പഠിയില്ല. നമുക്ക് അവസരം കിട്ടുമ്പോ അന്ന് എനിക്ക് എന്ത് ചെയ്തു, മുന്നിലില്ല പേടിച്ചു. ആരും പേടിക്കരുത്, അവസരങ്ങൾ കളയരുത്. എന്റെ കുട്ടിനെ കൂടെ കൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ഇന്ന് നിങ്ങൾ കൊടുത്ത സംഭാവന ഉണ്ടല്ലോ, ചെറിയ കാര്യമല്ല, വലിയ കാര്യം. അതായത് പാവപ്പെട്ട രോഗികളുണ്ട്, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ, അല്ലെങ്കിൽ പിന്നെ ഒരു ഡയാലിസിസ് ചെയ്യാന്ന് പറഞ്ഞാല് ഒരു വീട്ടിൽ നിന്ന് ഒരു വണ്ടി എടുത്ത് ഹോസ്പിറ്റലിൽ പോയി ഡയാലിസിസ് ചെയ്ത് ആ പേഷ്യന്റ് തിരിച്ചു വരിക എന്ന് പറഞ്ഞാല് ചെറിയ കടമ്പല്ല. അപ്പൊ അവർക്കുള്ളൊരു സഹായങ്ങൾ കൊടുക്കുന്നത് ഇവ കാണണം. നാളെ എന്ത് ചെയ്യണം, ഇവനും ചെയ്യണം. ഇവന്റെ അടുത്ത് പൈസ വരുമ്പോ ഓൻ ഒറ്റക്ക് പുട്ടടിച്ചിറക്കരുത്. ഓൻ എന്ത് ചെയ്യണം, പാവപ്പെട്ടവരെ സഹായിക്കണം. നിങ്ങളൊരു കുട്ടി കുറ്റി പൊട്ടിച്ചു പറഞ്ഞു. അതെ ഓനൊരു വട്ടം നമ്മളെ വയനാട് ദുരന്തം ഉണ്ടായില്ലേ, അന്ന് ഓൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന കളക്ടർക്ക് കുറ്റി പൊട്ടിച്ചിട്ട് കളക്ടർക്ക് കൊണ്ടുപോയി കൊടുത്തിരുന്നു. അതിന് ദിവസമൊക്കെ. അപ്പോ ഇന്ന് ഇവിടെ നടക്കുന്നത് നിങ്ങളെ അധ്യാപകര് നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കല്ല, നിങ്ങളെ പ്രവൃത്തിയിലൂടെ എന്ത് ചെയ്യാണ്, പഠിപ്പിക്കുകയാണ്. ഇത് ഇവർ കണ്ടു വളരുമ്പോ നാളെ ഒരാൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഓനുണ്ടാവില്ല. നിങ്ങൾ ചെയ്തു വളരുമ്പോ നാളെ ഒരാളെ ബുദ്ധിമുട്ട് മുന്നിൽ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് എന്താവും, നിങ്ങളെ ബുദ്ധിമുട്ടായി മാറും. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, പ്രവൃത്തിയിലൂടെ അത് പഠിച്ചു തരണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അസംബ്ലിക്ക് ആരും ഓടരുത്. അവസരം കിട്ടിയോ മുന്നിക്ക് വരണം, ആരും പേടിക്കണ്ട അല്ലേ. അതെ അതെ അറിയാലോ. അതെ അതാ അവിടെ നല്ലൊരു കൈ. മാസ് വരവാ, മാസ്. ഇപ്പൊ നിലവിൽ അവിടെ ലാൻഡ് ക്രൂസർ ഉണ്ട്, പിന്നെ GLS ഉണ്ട്, ബെൻസ്. ഇവനെ പ്രത്യേകത അതെ ഇയാളെ നമ്മള് വീഡിയോയിൽ പരിചയപ്പെടുത്തേണ്ട ആളോ. ബാക്കി ആരുവാ, അങ്ങോട്ട് വാ. അതായത് സ്വന്തമായിട്ട് ജീപ്പ് നിർമ്മിച്ച ആളാണ്. എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? 10ാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. എന്നിട്ട് അത് ഇവിടെ കൊടുന്ന് ഓടിക്കുകയും ചെയ്തു അല്ലേ. അപ്പൊ ഒരു ദിവസം ഒരു കാര്യം ചെയ്യാം, ആ ജീപ്പ് ഇപ്പൊ ഓടുമോ? റെഡിയാ? എന്നാ നമുക്ക് സൽമാനോ ബോഡിയൊക്കെ കിട്ടിയില്ലേ, നമുക്കത് ഒന്ന് പോയിട്ട് വീഡിയോ എടുത്തിട്ട് നമ്മളെ ഓഡിയൻസിന് എല്ലാവരും ഒന്ന് കാണിക്കാം. ബാ
മനസ്സിലായില്ലേ ഒറ്റ ചോദ്യം മതി നിങ്ങളുടെ അടുത്ത് ബിസിനസ് മോട്ടിവേഷൻ ആരാണ് തന്നത്? ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആരാണ്? ഈ മേഖല ചൂസ് ചെയ്യാന്ന് പറഞ്ഞാല് ഏതൊരു ആൺകുട്ടിയെ കൊണ്ടാണ് പോലെ തന്നെയാണ് ഒരു വണ്ടിപ്രാന്തി എനിക്കും ചെറുപ്പത്തിലുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫാദർ ഈ ഫീൽഡിലുണ്ടായിരുന്നു, വണ്ടിന്റെ ഫീൽഡിലുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ചെറുപ്പം മുതലേ കണ്ടുകൊണ്ടിരുന്നതും കേട്ടുകൊണ്ടിരുന്നതും ഈ വണ്ടി കച്ചവടം വണ്ടിയെ പറ്റിയൊക്കെ ആയിരുന്നു. പിന്നെ ഇതിനേറ്റ് അടങ്ങാത്ത പാഷൻ, അതായത് ഈ ഒരു ഫീൽഡിലേക്ക് തന്നെ പോകണം എന്നില്ല അതിയായ ആഗ്രഹം നമ്മളെ മുന്നിലുണ്ടായിരുന്നു. പിന്നെ പല റൂട്ടിലൂടെ നമ്മൾ സഞ്ചരിച്ചിരിക്കണമെങ്കിലും ആ സഞ്ചരിച്ചതൊക്കെ ഈ ലക്ഷ്യത്തേക്ക് എത്താനായിരുന്നു. ഞാൻ എല്ലാ വർക്കും ജോലി ചെയ്യാനും സാധാ ജോലിക്കും കൂലിപ്പണിക്കും എല്ലാം പോയിട്ടുണ്ട്. അപ്പോഴും നമ്മൾ ചിന്തിക്കുക എന്താണ്, ഒരു വണ്ടി വാങ്ങണം, അത് വിൽക്കണം. അങ്ങനെയൊക്കെ ആ ചിന്തയിലൂടെ നമ്മൾ ഇവിടെ എത്തിപ്പെട്ടതാണ്. അതായത് ഇതിനേറ്റുള്ള അടങ്ങാത്ത ആഗ്രഹം. ഇത് സംഭവല്ലേ സൽമാനോ, നമ്മൾ ഓഡിയൻസ് കാണുന്നത് ഇത് 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് കുട്ടികളെ ചോദ്യം അല്ലത്. അല്ല, ഞാന് BBA പഠിക്കുന്ന കുട്ടികൾക്ക് ഇതേപോലെ ഇൻട്രാക്ഷൻ നടത്താൻ പോക്കുണ്ട്, ഡിഗ്രി പഠിക്കുന്ന കുട്ടികളായിട്ട് പോക്കുണ്ട്, MBA പഠിക്കുന്ന കുട്ടികളായിട്ട് പോക്കുണ്ട്. അവിടെയൊക്കെ ഇതേപോലത്തെ ചോദ്യങ്ങളൊക്കെ വരലുണ്ട്. പക്ഷെ അതിനെ കവച്ചു വെക്കുന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഒന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളെ നാട്ടുകാരെ ചോദിക്കണതോ. അതായത് ഇപ്പൊ നിലവില് കംഫർട്ടാണോ ചോദിച്ചാല്, ഇപ്പൊ നിലവിൽ ഈ ഫീൽഡിൽ ഞാൻ എന്തുകൊണ്ടും ഹാപ്പിയാണ്, കംഫർട്ടാണ്. ചെറുപ്പത്തിലെ ബുദ്ധിമുട്ട് ഈ കംഫർട്ട് ആവാൻ വേണ്ടിയിട്ടില്ലേ, കംഫർട്ട് ആവാൻ വേണ്ടിയിട്ട് ഒട്ടനവധി കടമ്പകൾ നമ്മൾ കടക്കണം. ഒറ്റയടിക്ക് ആരും കംഫർട്ട് ആവില്ല. അത് കരുതി നിങ്ങൾ ആരും ബിസിനസ്സുക്കും ജോലിക്കൊന്നും പോകണ്ട. നിങ്ങൾ ജോലിയിലാണെങ്കിലും പെട്ടെന്ന് കംഫർട്ട് ആവില്ല. ആദ്യമൊക്കെ ഒരു വണ്ടി എടുത്ത് എനിക്ക് ആ വണ്ടി പണി കഴിച്ച് വിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വണ്ടി എടുക്കാനുള്ള പൈസ ഉണ്ടാവില്ല. വണ്ടി എടുക്കാൻ പോയാൽ ശരിക്കും എനിക്ക് ആ വണ്ടിനെ പറ്റി അറിയില്ല, നോളേജ് ഉണ്ടാവില്ല. ഞാൻ അത് എടുത്താൽ തന്നെ ചിലപ്പോൾ എനിക്ക് അതിന് എന്തെങ്കിലും പണി കിട്ടി നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആ കടമ്പകളൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ ഒരു വണ്ടി എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ 10 വണ്ടി എടുക്കണമെങ്കിലോ 20 വണ്ടി എടുക്കണമെങ്കിലോ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഇരുന്ന ഒരു ഫോണിൽ ഒരു 10 മിനിറ്റ് മാറിയിരുന്ന 5-6 വണ്ടി എടുക്കുന്ന സ്റ്റേജിക്ക് നമ്മൾ മാറി. അത് മാറണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം. അവസരങ്ങൾ ഒരിക്കലും നമ്മളെ തേടി വരില്ല. നമ്മൾ എന്ത് ചെയ്യണം, അവസരങ്ങളെ തേടി പോകണം. നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞുതരാം. അതായത് ഈ നിൽക്കുന്ന ആള്, ഈ ക്യാമറ പിടിച്ച ആള്, ഇയാള് മേലാറ്റൂർ സ്റ്റേഷനില്ലേ, മേലാറ്റൂർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ബോംബിട്ടു. നിങ്ങളൊക്കെ പേടിച്ചില്ലേ? അതെങ്ങനെ കഥ പറഞ്ഞുതരാം, നിങ്ങൾക്ക് കഥ പറഞ്ഞുതരാം. അതായത് ഒറിജിനൽ ബോംബല്ല കൊണ്ടുപോയിട്ടത്. അതായത് ഇവര് റീലെടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞുതരാം, അവസരം വന്ന വഴിയാണ് കാണുന്നത്. ഇദ്ദേഹത്തിന് ക്യാമറാമാൻ ആണെന്നും നല്ലൊരു എഡിറ്റർ ആണെന്നും എൻ്റെ നാട്ടിലുള്ള കുട്ടിയാണ്, എനിക്കറിയില്ല. ആർക്കറിയില്ല? എനിക്കറിയില്ല. അപ്പൊ ഇദ്ദേഹം മേലാറ്റൂർ സ്റ്റേഷനിൽ ഒറിജിനൽ ബോംബ് കൊണ്ടിട്ടില്ല കേട്ടോ, തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതായത് ഇൻസ്റ്റഗ്രാമിൽ എഡിറ്റ് ചെയ്തപ്പോൾ അവിടെ ഒരു എഫക്റ്റ് ഒക്കെ കൊണ്ടുപോയിട്ടിട്ട് ഇവരുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാ. ഇവർ യാതൊരു കുതിരളിയില്ലാത്ത ടീമാണ്, അല്ലാതെ അലമ്പിലെ ചെക്കന്മാരൊന്നുമല്ല. അപ്പൊ ഇവർ അറിവില്ലായ്മ കൊണ്ട് ഇവർ റീലൊന്ന് ചൊറുക്കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ ഒരു എഫക്റ്റ് ഇട്ടിട്ട് പോലീസ് സ്റ്റേഷനും പൊട്ടിച്ചു. അങ്ങനെ ഇത് കേസായി, ഇവരെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവരിപ്പോൾ ഉള്ളതൊക്കെ 18 വയസ്സ് 17 വയസ്സ് 19 വയസ്സായ കുട്ടികളാണ്. നമ്മളൊക്കെ ഈ വീഡിയോ കാണുമ്പോഴല്ലേ ഞാൻ നോക്കുന്നത് ഇതിന്റെ പോസിറ്റീവ് വശമാണ്. ഇങ്ങനെ ഒന്നും സിനിമാക്കാർ പോലും ക്രിയേറ്റ് ചെയ്യില്ല, അത്ര അടിപൊളി റീല്. അങ്ങനെ ഇവരാകെ പോലീസ് സ്റ്റേഷനിൽ പേടിച്ച് നിൽക്കുകയാണ്. ഞാൻ എന്താ ചെയ്തേന്നോ, ഇതിന്റെ പോസിറ്റീവ് വശം ഞാൻ നോക്കിയിട്ട് നമ്മളെ ഷോറൂമിൽ കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവർക്കൊരു ക്യാമറയും എഡിറ്റ് ചെയ്യാനുള്ള മൈക്കില്ല സിനിമാനോ ഫുള്ള് സാധനങ്ങൾ കൈമാറിയിട്ട് ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോ ചെയ്യണം. പോലീസുകാർ പിടിച്ചു എന്ന് എഴുതിയിട്ട് വീഡിയോ നിർത്തരുത്. ലീഗൽ വശങ്ങൾ അന്വേഷിച്ചിട്ട്
ഗവൺമെന്റ് സ്ഥാപനത്തിലൊന്നും പോയി ബോംബിടുക അങ്ങനത്തെ പരിപാടികളൊന്നും കാണിക്കാതെ ഇത് നല്ല കാര്യത്തിന് ഉപയോഗിച്ചാൽ എന്താവും. ഇപ്പൊ ഇന്ന് അദ്ദേഹം എന്റെ കൂടെ ഉണ്ട്. ഇപ്പൊ 2 വർഷമായില്ലേ 2 വർഷമായിട്ട് ഇദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. അപ്പോ അദ്ദേഹത്തിന് വന്ന അവസരം ഒരു നെഗറ്റീവ് ആണെങ്കിലും അത് പോസിറ്റീവായി. എനിക്കത് പോസിറ്റീവായി അല്ലേ. എനിക്ക് നല്ലൊരു ക്യാമറാമാൻ എഡിറ്ററിങ് കിട്ടി. അതുകൊണ്ടാണ് എന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ട് ഇല്ലേ. അപ്പൊ അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ചിലപ്പോൾ നെഗറ്റീവിലൂടെ വന്നാലും അത് നമുക്ക് വലിയ പോസിറ്റീവ് ആവും. അപ്പൊ നിങ്ങള് പിന്നെ അവസരങ്ങൾ നിങ്ങളെ തേടി വരില്ല, നിങ്ങൾ അങ്ങോട്ട് അവസരങ്ങളെ തേടി പോണം. നിങ്ങൾ ഈ സ്കൂളിന്റെ സ്റ്റുഡന്റിന്റെ പാരന്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് സ്കൂളിനെ പറ്റി പറയാനുള്ളത്? വളരെ ഹാപ്പിയാണ്. അതായത് ഇത് ഞാനിവിടെ ഇരുന്നിട്ട് ഇപ്പൊ നിങ്ങളെ മുന്നിൽ ഇരുന്നോണ്ട് പറയാനെന്നല്ല, എനിക്ക് വേറൊരു ഞാൻ എൻ്റെ ഒരു സ്വഭാവം വേറെ ഒന്നുണ്ട്. ഉള്ളത് എന്താ വെച്ചാൽ മുഖത്ത് നോക്കി അപ്പം പറയും. അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പറയും. അപ്പല്ല ലാഭം എന്താണോ, അവർക്ക് നമ്മളോട് അപ്പല്ലൊരു ദേഷ്യം ഉണ്ടാവുള്ളൂ, പിന്നീട് അത് മനസ്സിൽ കൊണ്ട് നടക്കൂല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. പക്ഷെ വളരെ ഹാപ്പിയാണ്. എൻ്റെ മോനിവിടെ പഠിക്കണേലും അതിലുപരി നേരെ അപ്പുറത്താണ് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എൻ്റെ അനിയത്തി മിന്നുമോള് പഠിച്ചത്. അങ്ങനെ മിന്നുമോൾക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടി. ഫുൾ A+ കിട്ടിയാൽ ഞങ്ങൾക്ക് അറിയാലോ ഇഷ്ടമുള്ള സ്കൂളിൽ കിട്ടും. അങ്ങനെ ആ ഒരു സ്കൂളിൽ കൊടുത്തപ്പോഴും ഞാനിവിടെ രാജേന്ദ്ര മാഷോട് വന്നിട്ട് പറഞ്ഞത് ഇവൾക്ക് ഇവിടെ തന്നെ സീറ്റ് മതി. കാരണം എന്താ, എല്ലാ അധ്യാപകരും നമ്മൾ അറിയുന്ന ആളുകളാണ്, നല്ല അച്ചടക്കമുള്ള കുട്ടികളാണ്. ഒരു കുതിരാളിക്ക് പോകൂല എന്നുള്ള വിശ്വാസം എനിക്കുള്ളതുകൊണ്ട് എൻ്റെ അനിയത്തി ഇപ്പൊ +1 +2 ഇവിടെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ +2 ഇവന് ഇവിടെ തന്നെയാണ് ആക്കിയത്. അതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്, ഹാപ്പിയാണ്. ഫീച്ചേഴ്സ് ഇല്ല വണ്ടിയാ എനിക്ക് തോന്നുന്നു മാഷേ, ഇതിൽ കൂടുതൽ വണ്ടിപ്രാന്തന്മാരുണ്ട് വോയിസ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നിങ്ങളെ മാനേജ്മെന്റിന്റെ സമ്മതപ്രകാരം ഓക്കെ ആവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ദിവസം നമ്മുടെ ഷോറൂമിൽ ഇവർക്ക് ഷോറൂം ടൂർ കൊടുക്കാം. എല്ലാ വണ്ടികളും ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്നോ, ഷോറൂമിൽ അവിടെ വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് എല്ലാ വെറൈറ്റി കാറുകളും കാണാം. അപ്പോ നമുക്ക് അങ്ങനെ അവസരം അല്ലേ പക്ഷെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്തോളൂ. അതെ, ചോദ്യത്തിന് 100-ൽ 100 മാർക്കാണ് ഓരോ കുട്ടികൾക്കും. അതായത് ഒരു ബിസിനസ്സുകാരന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹാപ്പി മൊമെന്റ്സ്. കാരണം ഒരാൾക്ക് ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അയാളെ റിവ്യൂ പോസിറ്റീവായിട്ട് കേൾക്കാന്നല്ലേ. അതായത് ഞാൻ വണ്ടി കൊടുത്തൊരു കസ്റ്റമറെ, തിരുവനന്തപുരത്തുള്ളൊരു കസ്റ്റമർ, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം ഞാൻ എന്നെ വിളിച്ചിട്ട് 2 ദിവസം ഇവനന്ന് കുട്ടിയാ, ഇവനും ഞാൻ എൻ്റെ വൈഫ് അവിടെ താമസിച്ചിട്ടാണ് പോകുന്നത്. അവരെ മകൻ്റെ പോലെ അവരെന്നെ കണ്ടിട്ട് അവിടെ താമസിപ്പിച്ച് എനിക്ക് ഫുഡൊക്കെ തന്ന് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്ന് അത്രയും നമുക്ക് അറ്റാച്ച്മെന്റ് വന്നൊരു അനുഭവമുണ്ട്. അതൊന്നല്ല, ഒരുപാട് കസ്റ്റമർ ഉണ്ട്. അതേപോലെ നമുക്ക് ചില കസ്റ്റമറൊക്കെ വിദേശത്തു നിന്നൊക്കെ വരുമ്പോഴേ നമ്മളെ കാണാനായിട്ട് എയർപോർട്ടിലാണ്, എന്നിട്ട് ഇവിടെ കരുവാരം കൊണ്ട് വരും, നമ്മളൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ച്. ഇവരെ ഞാൻ ആദ്യമായിട്ട് കാണേക്കാരം, പക്ഷെ ഇവർ വർഷങ്ങളായിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ വീഡിയോ കാണുകയാണ്. അപ്പൊ നമ്മൾ അത്രത്തോളം പരിചയം ഇവർക്കുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്, അത് പറഞ്ഞാൽ തീരൂല. ഏതായാലും ഇത്തരം അനുഭവം ഒരു ഫാമിലി മെമ്പറെ പോലെ എന്നെ കാണുമ്പോൾ ഉള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. കാർ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാലേ സത്യത്തിൽ അതൊരു കലയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ നിയമത്തിന് അനുസൃതമായിട്ടേ മോഡിഫിക്കേഷൻ ചെയ്യാൻ പാടുള്ളൂ. നിയമത്തിന് അനുസൃതമല്ലാതെ നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്താൽ ആ വണ്ടിക്ക് എന്ത് ചെയ്യും, ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരും. പിന്നെ നിയമം അനുസൃതമായിട്ട് നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഒരു കമ്പനി വണ്ടി വരുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ സീറ്റ് കവർ, നമ്മൾ ഇരിക്കുന്ന സീറ്റില്ലേ, ആ സീറ്റ് കവർ ചിലപ്പോൾ നോർമൽ ആണെങ്കിൽ നമുക്കത് ലെതർ ചെയ്യാം. പിന്നെ അതേപോലെ അതിൻ്റെ ഉള്ളിലത്തെ സ്റ്റീരിയോ നോർമൽ ആണെങ്കിൽ നമുക്കതൊരു ആപ്പിൾ കാർപ്ലേ ഒക്കെ വരുന്നത്, ആൻഡ്രോയിഡൊക്കെ വരുന്നത്, യൂട്യൂബൊക്കെ വരുന്നത്, അതൊക്കെ നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാം. സെൻട്രൽ ലോക്ക് ഇല്ലാത്ത വണ്ടിക്ക് സെൻട്രൽ ലോക്ക് കൊടുക്കാം.
അലോയ് വീൽ ഇല്ലാത്ത വണ്ടിക്ക് കമ്പനി അനുസൃതമായിട്ടുള്ള അലോയ് വീൽ നമുക്ക് ചെയ്യാം. ഇങ്ങനെയൊക്കെ നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാം. പക്ഷേ നിയമപരമായി നമുക്ക് അനുവദനീയമല്ലാത്ത മോഡിഫിക്കേഷൻ ചെയ്യരുത്. കാരണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റോട്ടിൽ ഇറക്കാൻ പാടില്ല, വീട്ടിൽ വണ്ടി നിർത്താം. നമുക്ക് ഇഷ്ടപ്പെട്ട പണിയൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം, വീട്ടിൽ വണ്ടി നിർത്താം. മോഡിഫിക്കേഷൻ നല്ലൊരു കലയാണ് ശരിക്കും. ഓരോരുത്തരെ ഇപ്പൊ ഞാനൊരു വണ്ടി എടുത്താലേ, എൻ്റെ അനിയന്മാരൊക്കെ ഉണ്ട്, ഇവരൊരു ബ്ലാക്ക് കാർ എടുത്താൽ ഓലെ കുറേ ഐഡിയക്ക് അത് മോഡിഫിക്കേഷൻ ചെയ്യും. അതിന്റെ പിന്നെ ക്രോം വരും, നിക്ലിങ് വരുന്ന ഭാഗമൊക്കെ അവരൊന്ന് ബ്ലാക്ക് ചെയ്യും. ചെയ്തിട്ടുണ്ട്. പക്ഷെ നിയമാനുസൃതമല്ലാത്ത നമ്മൾ വല്ലാതെ ചെയ്യലില്ല. പറ്റില്ല. അതായത് ഞാനൊരു ഗോൾഡൻ കളർ പത്മിനി ഇവിടെ കൊടുത്ത് വെച്ചു ഞാനത്. അപ്പൊ ഞാനത് പോടാത്തത് എന്താണോ, അതിന്റെ RTO ആ കളർ നമുക്ക് RC അറ്റാച്ച് ചെയ്ത് തന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റോട്ടിൽ ഓടിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ അതിന് RTO സബ്മിറ്റ് ചെയ്ത് അതിന് അനുമതി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓടിക്കാം. അപ്പോൾ അതാണ് സക്കിമോ പറഞ്ഞത്, നമുക്കൊരു കളർ വണ്ടിനെ മാറ്റിയാൽ പോലും എന്ത് ചെയ്യണം, നിയമത്തിന്റെ അനുമതി വാങ്ങണം. നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മളെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ചെയ്യാം. എനിക്കൊരു സംശയം, ഇപ്പം സൈബർ ട്രക്കൊക്കെ നിങ്ങള് എക്സ്പീരിയൻസ് ഞാൻ ജൈടെക്സിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഈ AI അങ്ങനത്തെ ഫീച്ചേഴ്സ് വണ്ടികളിൽ വരുമ്പോ അത് ഏതെങ്കിലും മേഖലയെ കാര്യമായിട്ട് ബാധിക്കാൻ സാധ്യത നിലവിലുള്ള? തീർച്ചയായിട്ടും ബാധിക്കും. അതായത് മാഷി ചോദിച്ച ചോദ്യം, പുതിയ ടെക്നോളജികൾ AI അതേ പുതിയ 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 ഫീച്ചേഴ്സ് ഉള്ള വണ്ടികൾ വരുമ്പോൾ വേറെ മേഖലനെ ബാധിക്കുമെന്നല്ലേ? അത് തീർച്ചയായിട്ടും ബാധിക്കും. അത് നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. ഇനി ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അംബാസഡർ കാർ അറിയാം. അംബാസഡർ കാറ് ഇപ്പൊ നിങ്ങൾ റോട്ടിൽ അധികം കാണലുണ്ടോ? ഇല്ലല്ലോ. എന്താ കാണാത്തത്? ഓല ഔട്ടായി. ഇപ്പൊ അംബാസഡർ കാണുന്ന ആരെടുത്താണോ? ഇന്നെ പോലത്തെ പിരാന്തന്മാരടുത്ത്. കാരണം നമ്മൾ ആ വണ്ടിനേറ്റിലെ പൂതിക്ക് ഒന്ന് വാങ്ങി വെച്ചിരുന്നു അംബാസഡറിന്റെ ആഗ്രഹം കൊണ്ട്. അതിന്റെ കാരണം എന്താ വെച്ചാല് ഞാൻ പറഞ്ഞതാ, കാലത്തിനനുസരിച്ച് എന്ത് ചെയ്തില്ല, അംബാസഡറിന്റെ ബ്രാൻഡ് സഞ്ചരിച്ചില്ല. എന്നാൽ നേരെ ഇപ്പുറത്തുള്ള മെർസിഡീസ് ആയിക്കോട്ടെ, BMW ആയിക്കോട്ടെ, ടൊയോട്ട ആയിക്കോട്ടെ, ഹുണ്ടായി ആയിക്കോട്ടെ, നാളെ ഒരു ഫീച്ചർ മാർക്കറ്റിൽ വന്നാൽ അവരുടെ വണ്ടിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യും. ഒരു മിനിറ്റ്, ഇത് കാര്യട്ടെ. എന്താ വരാത്ത അതും അതിനുള്ള ആൻസറാണ്. അപ്പൊ എന്താ വെച്ചാലേ, നമ്മൾ നാടോടുമ്പോ നടുവേ ഓടാന്നാണ് ചൊല്ല്. നിങ്ങളമ്മാരൊക്കെ പറയില്ലേ, നാടോടുമ്പോ നടുവേ ഓടണം പറയലുണ്ടോ? ഇപ്പത്തെ തിയറി എന്താണോ, നാടോടുമ്പോ മുന്നിൽ ഓടണം, ഇല്ലെങ്കിൽ എന്താവും, നമ്മൾ ഔട്ടാവും. എനിക്ക് ശരിക്ക് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്താണെന്ന് അറിയാത്ത മനുഷ്യനാണ് ഞാൻ. ഇന്ന് എത്രയോ ചെറിയ ചെറിയ യൂട്യൂബേഴ്സിന്റെ ഫേസ്ബുക്ക് പിന്നെ ചാനൽ നടത്തുന്ന ആൾക്കാരെ മോണിറ്റൈസേഷൻ ഞാൻ ചെയ്ത് കൊടുക്കണു, അതിന്റെ സെറ്റിങ്സ് ഞാൻ റെഡി ആക്കി കൊടുക്കണു. ഇതെന്ത് ചെയ്തു, ഞാൻ പഠിച്ചു. AI വന്നു എന്ന് അറിഞ്ഞേക്കാണ് എന്ത് ചെയ്തു, AIന്റെ ഒരാളുണ്ട്, നമ്മുടെ മാഷ്കാരെ ഉമർ അബ്ദുസലാം അല്ലേ, മൂപ്പറേറ്റ് മീറ്റിംഗ് നടത്തി, അതിനെപ്പറ്റി പഠിച്ചു. AI പഠിക്കാൻ എറണാകുളത്ത് പോകുമ്പോൾ അവിടെ ഒരാളെ വിളിച്ചിട്ട് 2-3 മണിക്കൂർ എന്ത് ചെയ്യും, AI പറ്റി പഠിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താവും, AI ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ അപ്പുറത്തുള്ളവരും മുന്നിൽ പോവും, നമ്മൾ ഔട്ടാവും. അപ്പോ AI ബ്ലോഗറാണ്. അതെ അതെ അത് ശരി. അതെ അതെ അതെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പുതിയ ജനറേഷൻ വണ്ടികൾ വരുമ്പോൾ മറ്റു മാർക്കറ്റിനെ തീർച്ചയായിട്ടും ബാധിക്കും. അപ്പൊ അത് അവരും കണ്ട് മുന്നോട്ട് പോവാ. തീർച്ചയായിട്ടും ഇന്ന് കൊണ്ടുവരാനുള്ള കാരണം ഒരു വീഡിയോയില് പറയുന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് ഡയാലിസിസ് പ്രോഗ്രാമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ സ്റ്റാഫ് മെമ്പർ എനിക്ക് മെസ്സേജ് അയച്ചു, സാറേ നമുക്ക് ഇങ്ങനെ ചെയ്തുകൂടെ സാറ് എന്നാ കണ്ടിട്ട്. ഓഫ് കോഴ്സ് നമുക്ക് ഫണ്ട് നമ്മളിങ്ങനെ ചെയ്യാന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾ ചെയ്യുന്ന വീഡിയോകള് നിങ്ങൾക്ക് മോണിറ്റൈസേഷനും കാര്യങ്ങൾ കിട്ടുമ്പോൾ തന്നെ മറ്റുള്ള ആൾക്കും കൂടി എന്താണ് സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്പിറേഷൻ ആവുന്നുണ്ട്. അതിനൊരു ബിഗ് സല്യൂട്ട് അവർ
അതെന്താ സംഭവം വെച്ചാലേ, ഞാൻ അത്രത്തോളം ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് എഫേർട്ട് എടുത്ത് എൻ്റെ ഒരു ലക്ഷ്യം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഏറ്റവും വലിയ കാര്യമാണ്. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അച്ചീവ് ചെയ്യാൻ പോണതിൽ ഏറ്റവും വലിയൊരു സംഭവമാണ്. അത് എനിക്ക് ഞാൻ നിങ്ങളോട് മാത്രമല്ല, ഈ വീഡിയോ കാണുന്ന എൻ്റെ ഓഡിയൻസ് ഉണ്ട്, എന്നെ ഫോളോ ചെയ്ത് എൻ്റെ ഫാമിലി പോലെ കാണുന്ന ആൾക്കാരുണ്ട്, നമ്മളെ നാട്ടുകാരുണ്ട്. ചിലപ്പോൾ ഇവർക്ക് ചിലപ്പോൾ അറിയാം ഗസ് ഉണ്ട് പറയുന്നത്. അപ്പൊ എന്താ വെച്ചാല് ഈ ചോദ്യത്തിന് ഈ കുട്ടിന്റെ പേരെന്താണ്? മൻഹ. തീർച്ചയായിട്ടും ഒരു 20 ദിവസം കൊണ്ട് ഞാൻ അറിയിക്കും. ഞാനത് വീഡിയോയിൽ അറിയിക്കും. ആ വീഡിയോ നിങ്ങളെ പ്രിൻസിപ്പളിന് അയച്ചു കൊടുക്കും, നിങ്ങളെ കാണിച്ചു തരും എന്റെ ഉത്തരം. കാരണം തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് ഞാൻ ഉറങ്ങാത്ത രാത്രികളുണ്ട്. എത്ര ഇപ്പോഴും ഞാൻ എത്രയോ രാത്രികൾ എനിക്ക് കറക്റ്റ് ഉറക്കം കിട്ടുന്നില്ല. അതെ. എന്താ പറഞ്ഞേ? ചെറിയ രാത്രി ഉറങ്ങില്ല. അതെ അതെ. അന്ന് ഞാൻ നമ്മളെ വീഡിയോ പ്രസിഡന്റിനോട് നമുക്ക് സംസാരിക്കാൻ പോവാം. നമ്മളെ സൈറ്റ് ടെസ്റ്റ് നടത്തില്ലേ അന്ന്. അപ്പൊ എന്താ ഞാനും കാലത്തെയും അവര് ഷോറൂമിൽ പോയി. അപ്പൊ ഒരു ഒറ്റക്കുള്ളത് ഞാൻ വിചാരിച്ചു 11 മണിക്ക് എത്തിയിട്ടുണ്ട്. 10:00 പറഞ്ഞ 11 മണിക്ക് എത്തി. കുറച്ചു നേരം ഇത് പോയാന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങള് 2:30-3 മണിയായി കുഞ്ഞക്കാലത്ത് ചായ കുടിച്ചത്. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ സമാധാനത്തോട് കൂടിയിട്ട് ഓഫീസിൽ ഇരിക്കുന്നത് രാത്രിയാണ്. 10 മണിക്ക് ശേഷമാണ്. അതെനിക്ക് ഭയങ്കര പിന്നെ അപ്പൊ എനിക്ക് തോന്നുന്ന രാത്രി അതിന് സുഖമാണല്ലോ, ഫ്രീ ആയിട്ട് സംസാരിക്കാം. പിന്നെ ആ സർപ്രൈസ് പറഞ്ഞല്ലോ, എന്റെ ഒരു ചെറിയൊരു ആഗ്രഹം, അത് ഞങ്ങളെ കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട് 20 വയസ്സിന് ശേഷം അനൗൺസ് ചെയ്യാൻ പറ്റുമോ നിങ്ങളെ വീഡിയോ? തീർച്ചയായിട്ടും. അതെ അതെ അതെ. ചൈനയിൽ പോയിട്ട് ഫ്ലൈയിങ് കാർ സംഭവം അടിപൊളിയാണ്. എനിക്കതിൽ കയറാനോ പറക്കാനോ പറ്റിയില്ല. ചിലപ്പോ നിങ്ങളൊക്കെ വലുതായി വണ്ടി എടുക്കുമ്പത്തിന് നേരെ വരിക. ഇപ്പൊ ഞാനിവിടെ വന്ന് കാറിൽ വന്നതിന് വരെ ഇവിടെ നേരെ വന്ന് പറന്നിറങ്ങുന്ന സിറ്റുവേഷനിൽ ആവും. അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെന്നോ, ലോകം വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാന്ന് മനസ്സിലാവും. അതിനനുസരിച്ച് നമുക്ക് അപ്ഡേറ്റ് ആവാനും പറ്റും. ഇത്രയും നേരം നമ്മുടെ കുട്ടികളോട് സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് നന്ദി. താങ്ക് യു. അവസാനിപ്പിക്കാന്നില്ല. ഞാൻ രീതിയിൽ ഇങ്ങനെ ഒരു നല്ല വ്യക്തികൾ വരുമ്പോ ഞാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ഇവരുടെ ലൈഫിൽ നിന്ന്, വേറെ പഠിച്ചിട്ടല്ല, ലൈഫിൽ നിന്ന് എക്സാമ്പിൾ ചില എന്തിനാണ് കുട്ടികളെ പറയുമ്പോ ഇതിനകത്ത് 100% കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു സ്പാർക്കോ ഇൻസ്പിറേഷനോ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അതിനകത്ത് മാറ്റം ഉണ്ടായിക്കോളാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു കുട്ടിക്കെങ്കിലും എനിക്ക് തോന്നുന്ന ഭൂരിഭാഗം ബോയ്സിനും ഇതിനകത്ത് കുറെ ഇൻസ്പിറേഷൻസ് ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ ഒരു കാരണമാകാൻ സാധിക്കുന്നു എന്നുള്ളത്. അതെ, നമ്മള് ഒരാളെ ഇൻസ്പയർ ചെയ്ത്, ഇപ്പൊ മാഷ് പറഞ്ഞു, നമ്മള് സഹായങ്ങൾ പല രീതിയിലുണ്ട്. ഒന്ന് നമ്മൾ പറയും വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ കൊടുക്കണം, അത് അങ്ങനെ തന്നെ കൊടുക്കണം അല്ലേ? ഇപ്പൊ നിങ്ങളെ ക്ലാസ്സിലൊരു കുട്ടി ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഞാൻ പഠിച്ച സമയത്ത് എന്തേനോ, എൻ്റെ ഒപ്പം എൻ്റെ ബെഞ്ചിലിരിക്കണ പോലൊക്കെ വട്ടപാത്രത്തിന്റെ അടപ്പിന് എടുക്കും, എല്ലാവരെയും ഓരോ പൊടി ചോറും കൂട്ടാനും. അത് വലിയൊരു സഹായമാണ് അല്ലേ? അപ്പൊ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളുണ്ടാവും. ഒരാൾക്ക് പെന്നില്ലെങ്കിൽ പരീക്ഷയ്ക്ക് വരെ ഞങ്ങൾ പോയാൽ ഇങ്ങനെ കാണിക്കും, പെന്നുണ്ടോ. ചില കുട്ടികൾ നിങ്ങളെ ക്ലാസ്സിൽ ചിലപ്പോൾ കമ്മിയാക്കാരം. നമ്മൾ പഠിച്ച കാലഘട്ടത്തിലെ കഥ ഞാൻ പറയുന്നത്. അപ്പൊ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ തന്നെ ചെയ്യണം. പക്ഷെ മറ്റുള്ളവർക്ക് ഇൻസ്പയർ ആവുന്ന കാര്യങ്ങളുണ്ട്, ഓൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അത് നമ്മൾ 4 ആളെ അറിയിച്ചിട്ട് തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നതും. ഇന്ന് പാലിയേറ്റീവിന് എല്ലാ മാസവും നിങ്ങൾ പൈസ കൊടുക്കാൻ നിങ്ങളെ പ്രിൻസിപ്പൾ ഉറപ്പ് കൊടുത്തതും. അത് ഞാൻ ചെയ്തത് കണ്ടതാണ് മാഷ് നിങ്ങളോട് പറഞ്ഞ് മറ്റു സ്കൂളുകൾക്കും. അതെ അതെ തീർച്ചയായിട്ടും. വളരെ സന്തോഷം, പറയുന്നില്ല. സൽഫാന്റെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ദിവസവും കാണുന്ന ആളുകളാണ്, നിങ്ങൾ കാണുന്നതാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ നേരിട്ട് അറിഞ്ഞ അതെന്താണുള്ളത് ആദ്യമായിട്ടാവും ചിലപ്പോൾ അറിയുന്നത്. നാളെ ഭാവിയിൽ നിങ്ങളെല്ലാവരും ആ രീതിയിൽ അറിയപ്പെടുന്ന ആളുകളായി മാറട്ടെ. അതിന് അൽഫാന്റെ എന്തെങ്കിലും ഒരു
വാക്കുകളോ പ്രവർത്തികളൊക്കെ പ്രചോദനം ആശംസിക്കുന്നു. ചോദ്യമായിട്ട് നല്ല ഒരു ഉപദേശം എന്നുള്ള ഈ കുട്ടികൾ ചിലപ്പോ പലരും എന്റെ മോളെ വീഡിയോ ചെയ്യുന്നത് ചാനലിൽ പറയും യൂട്യൂബിൽ ഞാൻ നമ്മുടെ ഫോൺ കുറച്ച് നേരം കൊടുത്താൽ മതിയല്ലോ, എല്ലാ കുട്ടികളും ചെയ്യും. അപ്പൊ അങ്ങനെ ചിലപ്പോ നാളെ നിങ്ങൾ ആരെങ്കിലും സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്താണ് അവർ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ അവരെന്താണ് അതിൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചെറിയൊരു ഉപദേശം തൽക്കാലം കൊടുക്കാറുണ്ടാവും. തീർച്ചയായിട്ടും. അപ്പൊ ഇതില് ഒരു യൂട്യൂബർ ആവാനും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാനും ഇൻഫ്ലുവൻസർ ആവാനും നല്ല കാര്യം സമൂഹത്തിന് വേണ്ടി ചെയ്യാനും ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടോ? ഉണ്ടോ? ആ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അത്ര ആഗ്രഹമുള്ള കുട്ടികളെ നമുക്കൊരു ദിവസം 1 മണിക്കൂർ ഇരുന്നിട്ട് അതിന്റെ ഏറ്റവും തെറ്റ് കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിക്കാം. അപ്പൊ ഒന്നിച്ചു അല്ലേ? അതൊരു ലോകമാണ്, ഒരു കടലാണ്. അതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ചത് എൻ്റെ അറിവ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതോടൊപ്പമല്ലേ സത്യത്തില് നിങ്ങൾ ഇന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇത്തരം ചോദ്യങ്ങളോ ഇത്തരം പക്വതയുള്ള കുട്ടികളെ ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചിട്ടില്ല. സംഭവം 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ ചോദ്യവും ആറ്റിറ്റ്യൂഡും അല്ല നിങ്ങളിൽ നിന്ന് വന്നത്. ഇത് നമുക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ് തരുന്നത്. നാളെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ വലിയ പൊസിഷനിലെത്തും. അപ്പോൾ ഏതായാലും നമ്മളൊക്കെ വലിയ പൊസിഷനിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരുടെ പ്രാർത്ഥനയിലും നമ്മളെ ഉൾപ്പെടുത്താം. താങ്ക് യു. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ത് ചെയ്യും? വെരി ഗുഡ്. 10ാം ക്ലാസ്സിലോ? ഇത് ബിസിനസ്സുകാരനാകാൻ ആഗ്രഹമുണ്ട്. ഇത് ഏറ്റവും നല്ല ബിസിനസ്സുകാരന്റെ ക്വാളിറ്റി ഒപ്പം തന്നെ തെളിയിച്ചു. ഓ വന്ന് എഡ് ചെയ്ത് കയറി അറ്റൻഡ് ചെയ്ത് വന്ന് എന്നോട് ചോദിച്ചെന്നാണോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി? അതെ. എനിക്ക് ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞാ മനസ്സിലാവില്ല. എനിക്ക് ആ സമയം തന്നിരിക്കും. എൻ്റെ ഈ ചോദ്യത്തിനും എൻ്റെ ഈ ഉത്സാഹത്തിനും മാഷ കണക്ട് ചെയ്ത് വന്നാൽ മതി. മാഷത്തിന്റെ നമ്പർ ഉണ്ട്, എന്തായാലും വരണം കേട്ടോ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഒരു ദിവസം നമ്മളിപ്പോൾ ഒരു വണ്ടിയിൽ സഞ്ചരിക്കും, എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. മാർക്കറ്റിംഗ് പറഞ്ഞാൽ വലിയ ലോകം. ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണ മാർക്കറ്റിംഗാണ് അല്ലേ? അത് കുറെ പേർക്ക് പറഞ്ഞുതരാണ്ട് കേട്ടോ. ഏതായാലും നല്ലൊരു ബിസിനസ്സുകാരനാവണം ഇൻഷാല്ലാ കേട്ടോ. ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങണം എന്ന് പറഞ്ഞു. അയ്യോ എന്നാ പോട്ടെ. സന്തോഷം. ഇൻഷാല്ലാ. ഓക്കെ, താങ്ക് യു. മുളസ് പോട്ടെ കേട്ടോ. ഇൻഷാല്ലാ. ഒരു പനപ്പം വരുന്നുണ്ട് കേട്ടോ കടയ്ക്ക്. കയറണോ? ഇല്ല, എന്നാ പോട്ടെ. അതെ 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 ഇൻഷാല്ലാ. കാണട്ടാ, ഞങ്ങളെ മാഷോട് പറഞ്ഞൂടെ ഞങ്ങളെ കൊണ്ടുവരും കേട്ടോ. ഉറപ്പ്. മാഷെ പിടിച്ചാൽ മതി, പ്രിൻസിപ്പളെ കേട്ടോ. ഇൻഷാല്ലാ. വലൈക്കും സ്ലാം. കാണട്ടാ. വലൈക്കും സ്ലാം. കാണട്ടാ. ഓക്കെ. അതെ, പിന്നെ ഓക്കെ സ്കൂളിൽ വരാനേ. സൽമാനോ എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? അടിപൊളി പരിപാടി അല്ലേ? അതെന്താ സംഭവം ചോദിച്ചാലേ, നിഷ്കളങ്കമായ ആൾക്കാരാണ്. എന്ത് മനസ്സിൽ വേറൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് കുട്ടികൾ അല്ലേ? ഇവർക്ക് കൊയ്ന്ത് കുശുമ്പ് അല്ലെങ്കിൽ അഹങ്കാരം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് അവരാ സ്നേഹം പ്രകടിപ്പിക്കും അല്ലേ? ഇതൊക്കെ എനിക്കിപ്പോ സങ്കടം എന്താണോ, കുറെ കുട്ടികളുടെ ഓട്ടോഗ്രാഫിന് വന്നിട്ടേ നമ്മളൊക്കെ ജീവിതത്തിൽ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. കുട്ടികളൊക്കെ വന്ന് നമ്മളോട് ഓട്ടോഗ്രാഫി ചോദിക്കാറ് അല്ലേ? കൊടുക്കാൻ പറ്റാത്തതിൽ സങ്കടമുണ്ട്. കാരണം പെണ്ണ് മഷില്ല, അത്രയും തിരക്കും. എന്നാലും പറ്റുന്നവർക്കൊക്കെ കൊടുത്തേക്കണേ. നമുക്ക് ഇനി ഒരു ദിവസം ഒഴിഞ്ഞു കൊടുക്കാം. ഓട്ടോഗ്രാഫ് പറഞ്ഞാലേ അവര് നമ്മളൊരു സ്നേഹം അവരൊരു പേപ്പറിൽ അല്ലെങ്കിൽ നമ്മളൊരു സൈന് ഓൾക്ക് എഴുതി കൊടുക്കുക, അവരൊരു ഓർമ്മക്ക് ഒപ്പ്. അത് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൽമാനോ, ഞാൻ ഈ പരിപാടിനെ പറ്റി ഒന്ന് വിശദീകരിക്കട്ടെ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഡ്രൈവ് ചെയ്യാം. വില്ലേജ് വിശദീകരിക്കുമ്പോൾ എനർജി ഉണ്ടാവില്ല അല്ലേ? ഞാൻ തിരിക്കാം. എനർജി ഇങ്ങോട്ടും വന്നാലേ അതെ. വേറെ കാര്യമുണ്ട്. എനിക്ക് ലൈസൻസ് കിട്ടിയിട്ട് കാര്യമില്ല. ഞാൻ ഉണ്ടാവുമ്പോൾ ഞാനേ വിടുള്ളൂ അല്ലേ സൽമാനോ? വണ്ടി ഓടിയില്ലെങ്കിൽ ആകെ ക്ഷീണമാണ്. എന്നാൽ മൈക്കപ്പുറത്ത് തന്നെ വെക്കാം. അതായത് ഇന്നത്തെ വ്ളോഗ് എങ്ങനെയുണ്ട് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഇപ്പോൾ ഇതേപോലത്തെ ഒരുപാട് പരിപാടികൾക്ക് എന്തുണ്ട് ഞങ്ങൾ പോക്കുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല,
വീഡിയോ ഷൂട്ട് ചെയ്യില്ല. ഇതിലൊക്കെ ഒരുപാട് ചിലത് അപ്പൊ വീഡിയോ ഷൂട്ട് ചെയ്യലുണ്ട്. പക്ഷെ അങ്ങനെ അപ്ലോഡ് ചെയ്യില്ല. ഞാനും വരില്ല. അപ്പൊ യൂട്യൂബിലും ഇടും ചേർക്കും. പക്ഷെ അപ്പൊ ഇങ്ങനെ വണ്ടി പോകുമ്പോ ഇങ്ങനെ ഫുൾ കാര്യങ്ങൾ വണ്ടി പോണൊന്നും എടുക്കില്ല. അതിനാ നിർത്തി. അതെ അതെ അതെ. അപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്താലും ചില വീഡിയോസ് അപ്ലോഡ് ചെയ്യില്ല. അപ്പൊ ഇതൊക്കെ എന്താണോ കാണുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടും. ഇവിടെ നടന്ന പരിപാടി ഞാനൊന്ന് പറഞ്ഞുതരാം അല്ലേ? ഒരു മിനിറ്റ്. അപ്പൊ ഓല് ചോദിച്ചൊരു കാര്യം പറഞ്ഞില്ല. ആ കാര്യങ്ങളൊക്കെ ചിലപ്പോ അപ്പൊ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റാത്ത ചിലപ്പോ കട്ട് ചെയ്തെടുക്കണ്ട്. ഇതപ്പൊ വീഡിയോ കട്ട് ചെയ്തിട്ട് തന്നെ ഇല്ല ഇല്ല അതപ്പോ പറഞ്ഞിട്ടില്ലല്ലോ. ഇനി ഒരു 10 മിനിറ്റ് അപ്പൊക്ക് തരണം കേട്ടോ. അതായത് മുന്നൊരു വീഡിയോ ഞാൻ ഇവിടെ കരുവാരക്കുണ്ട് പാലിയേറ്റീവിന് 50,000 രൂപ ഡയാലിസിസ് ചെയ്യണ രോഗികൾക്ക് കൈമാറിയിരുന്നു. അപ്പോൾ ഞാനത് വീഡിയോ എടുത്ത് ജനങ്ങളെ കാണിച്ചു. അതോടൊപ്പം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞു, എല്ലാ മാസവും 5 ഡയാലിസിസ് പേഷ്യൻസിന് നമ്മളെ വക എല്ലാ മാസവും നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അതിൽ തന്നെ കമൻറ്റ് ഉണ്ടായിരുന്നു, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിളിച്ച് പറയുന്നത്, ഇടത് കൈ കൊടുക്കുന്നത് വലത് കൈ അറിയരുത്, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് പൂർണ്ണ ബോധ്യമുള്ള ഒരാൾ തന്നെയാണ് ഞാനും. എനിക്കും അതിനെപ്പറ്റി എല്ലാതും അറിയുന്ന ഒരാൾ തന്നെയാണ്. അതിൻ്റെ പിന്നെ നമ്മൾ സക്കാത്ത് എങ്ങനെ കൊടുക്കണം, പിന്നെ സദക്ക എങ്ങനെ കൊടുക്കണം, ഒരാളെങ്ങനെ സഹായിക്കണം എന്നൊക്കെ. പക്ഷേ ഈ സഹായം ഞാൻ കൊടുത്തതുകൊണ്ടേ ഇന്ന് അദ്ദേഹം അവിടെ ഇംഗ്ലീഷിലും പ്രസംഗിച്ചു, മലയാളത്തിലും മേലെയും പ്രസംഗിച്ചു. എന്ത് നമ്മൾ വീഡിയോ കണ്ടിട്ടാണ് ഓല് ഇൻസ്പയർ ആയത് അല്ലേ? എന്നിട്ടാണ് മാഷ് ഇങ്ങനെ തീരുമാനം എടുത്ത് അവരെ ജനറൽ ചർച്ച ചെയ്തത്. കാരണം എല്ലാ മാസവും ഈ കുട്ടികൾ ഇങ്ങനെ എന്ത് ചെയ്യാണ് 5 പേഷ്യൻസിന് ഡയാലിസിസ് ചെയ്യാൻ കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ആ ഒരു വീഡിയോ കാരണം 5 രോഗികളും വളരെ രക്ഷപ്പെടാൻ പോവാണ്. പിന്നെ ഇത് കൊടുക്കുന്ന രോഗികളെ കാണിക്കണമൊന്നുമില്ല, അവർ പാലിയേറ്റീവിനെ കൈമാറുന്നു, അർഹതപ്പെട്ട കൈകളിലതെത്തും. അപ്പം ഞാൻ അന്ന് ചെയ്ത ആ വീഡിയോൻ്റെ കാരണം ഇപ്പോൾ ഇവിടെ ഒരു പിന്നെ ഈ കുട്ടികൾ കൈമാറി, അതേപോലെ ഇത് കണ്ടിട്ട് ഇനി വേറെ എല്ലാവരും കൈമാറുകയാണെങ്കിൽ ഇതൊക്കെ നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ സമൂഹത്തിനൊക്കെ ഉപകാരപ്പെടും. പിന്നെ ഇവനെ പിടിച്ചോണ്ട് ചെയ്യുന്നത് എന്തിനാണോ? ഇതൊക്കെ നമ്മൾ കുട്ടികൾ കണ്ടു വളരണം. നാളെ ഇവനൊരു ജോലിയിലോ ബിസിനസ്സിലൊക്കെ വന്നിട്ട് സംരംഭകനൊക്കെ ആവുമ്പോൾ നമ്മൾ പറഞ്ഞു അതെ ഒരു ഉണ്ടാറെണ്ണോ ഒലോചിച്ച് കൂടിയതാണ്. അപ്പോൾ ഓനൊക്കെ കൊണ്ടുപോയിട്ട് കാണിക്കുമ്പോൾ അവർ സംരംഭകരൊക്കെ ആകുമ്പോൾ ഇത്തരം സഹായങ്ങൾ ചെയ്യാൻ നമ്മൾ പറയാതെ തന്നെ അവരെന്ത് ചെയ്യും, അവരെന്നെ ചെയ്യും. പിന്നെ ഫുള്ള് 10,000-1200 കുട്ടികളുണ്ടല്ലോ അവിടെ. കുട്ടികളൊക്കെ നല്ല അടിപൊളി കുട്ടികൾ. പിന്നെ അവിടെ ഇതൊക്കെ കഴിച്ചിട്ട് മാഷ് വേറെ ലോക്ക് ഇട്ടു. അവിടെ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കുട്ടികളുണ്ട്. കാരണം മഴ പെയ്തുകൊണ്ട് കുട്ടികളൊക്കെ ബിൽഡിങ്ങിൻ്റെ മേലെ കയറിയിരുന്നു. അപ്പോൾ എന്തായില്ല, കുറച്ച് അടുത്ത് അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള സങ്കടം മാറ്റാൻ ആ വലിയ കുട്ടികളുമായിട്ട് നമ്മൾ കുറച്ച് നേരം സംസാരിച്ചു, ഒരു 1/4 മണിക്കൂർ. സത്യത്തിൽ ഞാൻ നെട്ടി. അതായത് അവരുടെ ചോദ്യങ്ങളും പക്വപരമായിട്ടുള്ള ചോദ്യങ്ങൾ നല്ല, അതായത് നമ്മൾ അത്ഭുതപ്പെടുത്തും. വലിയ നമ്മൾ ഡിഗ്രിക്കും MBA ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. സഫാരി കാർസിലെത്തി ഇതാ, നമ്മൾ സഫാരി കാർസിലെത്തി, നമ്മളെ ഷോറൂമിലെത്തി അല്ലേ? ഇതിൻ്റെ ബാക്ക് തന്നെയാണിത്. ഇതൊന്നും കറങ്ങാനുള്ളൂ. വ്ളോഗാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. രാത്രി 8 മണിക്ക് വരുന്ന വീഡിയോ ലെങ്ത് ആവും. രാവിലെ ഡെഡിക്കേറ്റഡ് വീഡിയോസൊക്കെ രാവിലെ വരും. അപ്പോൾ നമ്മൾ ഷോറൂമിലെത്തി. അഫി ഉണ്ടോ? അഫി ഇന്ന് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഒക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ടല്ലോ. ഭയമ്പാ എന്താ സ്പീഡില്ലാത്ത? ചാടി നിൽക്കണ്ടേ? ചാടി നിൽക്കണ്ടേ? എന്താ ചാടിച്ചിട്ടില്ലേ? കസ്റ്റമർ ഉണ്ടോ? തിരക്കുണ്ട് അല്ലേ? പുതിയ ആൾക്കാർ ജോയിൻ ചെയ്തോ? എത്ര ആള്? 2 ആള് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ പുതിയ പിന്നെ ആൾക്കാരൊക്കെ ലാസ്റ്റ് ഡേറ്റ് 1-ാം തീയതി കൊടുത്തിട്ടുണ്ട് അല്ലേ? 1-ാം തീയതിനുള്ളിൽ എല്ലാവരും വന്ന് ജോയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഇറങ്ങാം ബാ. അപ്പോൾ അഫിയേ ഞങ്ങൾ കോളേജിൽ പോയി വരികയാണ്. ഇന്നിപ്പോൾ ഏതാ 2 ഓഫർ ഫോർച്യൂണർ ഉണ്ടോ? ക്യാമറമാൻ വരെ ഞാൻ കൊണ്ടുപോയിക്കല്ലേ. പക്ഷെ നമ്മളെ മീഡിയക്ക് പുതിയ ടീം വരുന്നുണ്ട്. അപ്പൊ പിന്നെ ആ പ്രശ്നം ഉണ്ടാവില്ല. അല്ല നമ്മൾ മൈക്ക് ഫിറ്റ് ചെയ്തിട്ടില്ലേ? ഉണ്ട്. എന്നാ ഈ ഫോർച്യൂണറിന്റെ ഡീറ്റെയിൽസ് ആഫി വേഗം പറഞ്ഞു. ഇത് 2015 മോഡല് 4x4 ഓട്ടോമാറ്റിക്. നമുക്ക് എപ്പോഴും കിട്ടാത്ത സാധനമാണ്. 4x4 ഓട്ടോമാറ്റിക്. കാരണം 13-ലും 14-ലും 12-ലൊന്നും ഓട്ടോമാറ്റിക് ഉണ്ട്. പക്ഷെ 4x4 ഓട്ടോമാറ്റിക് കിട്ടൂല. മാനുവൽ കിട്ടും. മാനുവൽ 4x4 ഉണ്ട്. അപ്പൊ 2015 2 വണ്ടിയാണ് വന്ന കണ്ടീഷനിലാണ്. നല്ല അടിപൊളി 2 വണ്ടികൾ നമ്മുടെ സ്റ്റോക്ക് എത്തിക്കുന്നത്. ഒരു ഓഫർ പ്രൈസിലും കൊടുക്കാം. കഴിഞ്ഞൊരു വീഡിയോയിൽ കുഞ്ഞാക്ക് ബ്ലാക്ക് കളർ ഡെലിവറി കൊടുത്തു. ആ മാഷാഅല്ലാഹ് നല്ല റീച്ചിലും പോയി. ഒരുപാട് എൻക്വയറി വന്ന്. അതിലൊരു വണ്ടി അതേമാതിരി ചെയ്യാൻ വേണ്ടി ഓൾറെഡി ബുക്കിംഗ് ആയി. പറ്റിയ 2 വണ്ടികളുണ്ട്. 11,90,000 2 വണ്ടിയാണ്.
അത് വെൽപ്പാണ്. വെൽപ്പാണ്. 2015 മോഡല് 4x4 ഓട്ടോമാറ്റിക്. 4x4 ഓട്ടോമാറ്റിക്. ബ്ലാക്ക് ചെയ്യണോ അൾട്രേഷൻ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. വന്ന കണ്ടീഷനിലാണ്. ഒന്ന് ചൊറുക്ക് കൂട്ടണം. ഇതിപ്പോ നോക്കാന്നുണ്ടെങ്കിൽ ഇതിമ്മ ചെറിയ സ്ക്രാച്ച് പോലെ ഈ വണ്ടി നമുക്ക് ചെറിയ ഒന്നും ഇല്ല. ഈ വാണ്ടോൾക്ക് എന്ത് ചെയ്യാം, പുതിയ താറ് സ്റ്റോക്ക് വന്നു. പുതിയ താറ് 2 വീൽ ഡ്രൈവ് താറ്. അത് ഫുൾ ആയിക്കോ. വാണ്ടോൾക്ക് നമുക്ക് ആ രീതിക്ക് എങ്ങനെ ബ്ലാക്ക് വാണ്ടോൾക്ക് ഫുള്ള് ബ്ലാക്ക് TRD കിറ്റ് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് എങ്ങനെ വെച്ചാൽ ഒരു രീതിക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം. സമയം തന്നാൽ മതി. അങ്ങനെ ചെയ്യണക്ക് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. പിന്നെ അവരുടെ ഇഷ്ടപ്രകാരം അവർ ആർട്ടിയിൽ നമ്പർ ആക്കും ചെയ്യാം. നമ്പർ കാര്യത്തിൽ വേണമെങ്കിൽ എടുക്കുകയും ചെയ്യാം. അതിനെ പറ്റി രണ്ട് വണ്ടിയും 11,90,000 റുപ്യക്ക് ഏത് ആർട്ടിഫിസിക്ക് NOC എടുത്തരാം. എല്ലാ ഭാഗം കൊണ്ടും ക്ലിയറിലെ വണ്ടിയാണ്. ഇതിപ്പോ യോക്കോമാരെ 4 പുത്തൻ ടയർ വണ്ടികൾ ഫുള്ള് നിരന്ന് കിടക്കാട്ടെ. ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അല്ലേ? ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചു. എന്നാ വേമ്പാ ഇനി എന്താ അടുത്ത പരിപാടികൾ നോക്കാം. അപ്പോൾ നമ്മൾ ഈ വ്ളോഗിന് വൈൻഡ് അപ്പ് ചെയ്താലോ? ഇനി നീട്ടണ്ട, ഇനി വേണമെങ്കിൽ അടുത്ത വീഡിയോ ആക്കാം. കാരണം തന്നെ വലിയ വീഡിയോ ആയിരിക്കും അല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ വ്ളോഗിൻ്റെ അഭിപ്രായം പറയും, കമൻറ്റ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും. അപ്പോൾ ഇന്ന് 8 മണിക്ക് കഴിഞ്ഞാൽ നാളെ വീഡിയോ ഉണ്ടാവും. എന്നും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും അല്ലേ? അതായത് വീഡിയോ ഇടണം അല്ലേ? ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അത് പൂർത്തിയാക്കണം. നാളെ എന്നതില്ല, നമ്മൾ ഇന്ന് തന്നെ നേടണം അല്ലേ? അതൊരു ചൊല്ലാണ്. നാളെ എന്നതില്ല, നമ്മൾ ഇന്ന് തന്നെ നേടണം. ഓക്കെ, നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ വ്ളോഗോട് അവസാനിക്കാൻ പോവാം. വണ്ടി നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തന്നു. അപ്പൊ രാവിലെ 10 മണിക്കൊക്കെ ഒരു വീഡിയോ ആണല്ലോ, അത് കംപ്ലീറ്റ് ഡെഡിക്കേറ്റ് ആയിട്ട് റൂബിക്കോൺ കംപ്ലീറ്റ് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ വരും. അത് വൈകാതെ വരും. അതേപോലെ ആ ഫോർച്യൂണറിന്റെയും നമുക്ക് ഡെഡിക്കേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. അതിന്റെ കുറെ കാര്യങ്ങൾ പാഫി കാണിച്ചു കൊടുക്കാണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഒന്ന് കസ്റ്റമർ അറിവിലേക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുക അല്ലേ? അപ്പൊ നാളത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് അതും കാണാം. അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അല്ലേ? അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല പ്രവൃത്തികളും നിങ്ങളെ മുന്നിൽ എത്തിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. അത് മറ്റുള്ളവർ ഏറ്റെടുക്കുമ്പോൾ അതിലേറെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവർക്കും സന്തോഷം, ആർക്കും ബുദ്ധിമുട്ടില്ല, ഒന്നുമില്ല. താങ്ക് യു.